മച്ചന്മാരെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ചവറ ഉപജില്ല കായികമേളയിലാണ്. നമ്മൾക്കിപ്പോൾ ഒരുപാട് നമ്മൾക്ക് റിവ്യൂവും കാര്യങ്ങളും ചോദിക്കും, എങ്ങനെ ഉണ്ട് നമ്മുടെ കായികമേള ചവറ ഉപജില്ല, അടിപൊളിയാണോ അതോ നെഗറ്റീവ് ഉണ്ടോ പോസിറ്റീവ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് ഒരുപാട് എടുത്ത് ചോദിക്കാം. ഓക്കെ വാ. ഫിറോസ് കെ പി. ഓക്കെ, ഈ ചവറ ഉപജില്ല കായികമേളത്തിനെ പറ്റി എന്താണ് പറയാനുള്ളത് സാറിന്? എല്ലാ വർഷത്തെ അപേക്ഷിച്ച് ഈ പ്രാവശ്യം നല്ലൊരു രീതിയിലാണ് മുന്നോട്ട് പോയത്. കാരണം ഇത്രയും നാളും ചവറ സബ് ജില്ലയിൽ ഈ തുടക്കത്തിൽ തന്നെ ഉദ്ഘാടന ദിവസം തന്നെ മാർച്ച് ഫാസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ സ്കൂളിലെ കുട്ടികളുടെ പങ്കാളിത്തം ഭയങ്കരമായിരുന്നു. അതുപോലെ തന്നെ ഈ പ്രാവശ്യം ഡയറക്റ്റായിട്ട് തന്നെ മത്സരം കഴിഞ്ഞ ഉടൻ തന്നെ കുട്ടികൾക്ക് മെഡലുകൾ വിതരണം ചെയ്യുന്നുണ്ട്. ഈ മെഡൽ ആരാ വിതരണം ചെയ്യുന്നത്? മെഡൽ നമുക്ക് തന്ന് സഹായിച്ചത് MLA ആണ്, കോവൂർ കുഞ്ഞുമൻ MLA ആണ് മെഡൽ തന്ന് സഹായിച്ചത്. വളരെ നല്ല കാര്യമാണ്. ഈ പ്രാവശ്യം എല്ലാ വർഷത്തെക്കാളും മികച്ച രീതിയിലാണ് ഇതിൻ്റെ സബ് ജില്ലാ സെക്രട്ടറിയായ ജിഷ്ണു സാറ് കൈകാര്യം ചെയ്തേക്കുന്നത്. കൂടെ ഞങ്ങൾ എല്ലാ കായിക അധ്യാപകരുടെയും സേവനം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. എന്തായാലും ഇപ്പോൾ നമ്മൾ ഇനി ഏത് സ്കൂളാണ് കപ്പടിക്കുന്നതെല്ലാം ഒന്നും പറയാൻ പറ്റത്തില്ല. എല്ലാ സ്കൂളുകളും നല്ലപോലെ ടൈറ്റാണ്. എല്ലാ സ്കൂളുകളും നല്ലപോലെ പങ്കെടുത്തിട്ടുമുണ്ട്. നല്ല മത്സരം കാഴ്ചവെച്ചിട്ടുണ്ട്. സാറിൻ്റെ സ്കൂൾ ഞാൻ ചവറ ബോയ്സ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. അവിടെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ല, നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ട് കുട്ടികൾ. സാറുണ്ട് നമ്മുടെ തവരക്കര ഗേൾസ് ഹൈസ്കൂളിൻ്റെ PT പ്രസിഡൻറ്റ്. ഓക്കെ സാറ്, നമ്മുടെ ഈ ചവറ ഉപജില്ല കായികമേളയെ പറ്റി എന്താണ് സാറിന് പറയാനുള്ളത്? നമ്മൾ എല്ലാ വർഷത്തേലൊക്കെ കുറച്ചുകൂടെ മെച്ചമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മളിപ്പം ഈ 2 ദിവസം കുട്ടികൾക്ക് ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു സൗകര്യം, പരിമിതമായ സൗകര്യമാണെങ്കിൽ പോലും അത്യാവശ്യം വീടുകളിൽ നിന്നുള്ള സഹായം അതിനുവേണ്ടി നമുക്ക് ലഭിക്കുന്നുണ്ട്. കുറേ പരാതി അങ്ങനെ കുറേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഓട്ടത്തിലായാലും നമ്മളിപ്പം അതിപ്പം മിക്കൊരു ഹൈലൈറ്റ് പറയുന്നുണ്ട്. നമ്മളിപ്പം റേസ് ബാങ്ക് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം 15 റൗണ്ട് സാധാരണ വെള്ളം തരുന്നതാണ്. ഇപ്പം നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വെള്ളം തരുന്നതാണ്. അപ്പോൾ ഈ വട്ടം അത് തന്നില്ല. പിന്നെ കുറേ പരാതികൾ വന്നായിരുന്നു. അതിനെപ്പറ്റി സാറിൻ്റെ കുടിവെള്ളം നമ്മളിവിടെ ആ സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് ആവശ്യമായ. നമ്മൾ എടുത്തു കൊണ്ടു കൊടുക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളാണ്. പിന്നെ നമുക്ക് ഈ സ്കൂളുകാരോട് പറയാനുള്ളൊരു പ്രശ്നമുണ്ട്. പല കുഞ്ഞുങ്ങൾ ഓടുന്നവർ നഗ്നപാതമായിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. വളരെ കുറച്ച് സ്കൂളിൽ നിന്ന് മാത്രമാണ് അവർക്ക് അത്യാവശ്യമുള്ള സൗകര്യങ്ങൾ ഉണ്ടാകുന്നത്. എല്ലാ സ്കൂളുകാരും അത് ചെയ്തു കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ പല കുട്ടികളും വലിയ അപകടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പെടുന്നുണ്ട്. അത്യാവശ്യമുള്ള സൗകര്യം നമ്മൾ കൊടുക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് തന്നെ. ഓക്കെ, ചവറ സബ് ജില്ലാ സ്കൂൾ സെക്രട്ടറി ജിഷ്ണു സാർ നമ്മുടെ കൂടെ ഉണ്ട്. സാർ, നമ്മൾ ഈ ചവറ സ്കൂൾസ് കായികമേളയെ പറ്റി സാറിന് എന്താ പറയാനുള്ളത്? ഏറ്റവും മികച്ച രീതിയിൽ തന്നെ നമുക്ക് ഇവിടുത്തെ സബ് ജില്ലാ കായികമേള നടത്താൻ സാധിച്ചിട്ടുണ്ട്. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മാർച്ച് ഫാസ്റ്റ്, മെഡൽ സെറിമണി, കുടിവെള്ളം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ വർഷം ഒരുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ നെഗറ്റീവ് പോസിറ്റീവായിട്ട് കുറേ പരാതികളും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് പറയാൻ കാണും. എന്തായാലും നെഗറ്റീവിനെക്കാട്ടി കൂടുതൽ പോസിറ്റീവ് ഉണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഈ ഫുഡിൻ്റെ പ്രശ്നം അങ്ങനെ എന്തെങ്കിലും? മുൻ വർഷങ്ങളിൽ ഒരു ദിവസം പോലും ഫുഡ് കൊടുത്തിരുന്നില്ല. ഈ വർഷം 2 ദിവസം നമുക്ക് ഫുഡ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരുപാട് പേര് ഇങ്ങനെ പരാതിയും കാര്യങ്ങളും പറഞ്ഞപ്പോൾ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ കാര്യങ്ങൾ. അപ്പം മിക്കുള്ളവന് ഷൂ ഇല്ലാതെ ഓടിയിട്ടുണ്ട്. അതിനെപ്പറ്റി എന്താണ് സാറിന് പറയാനുള്ളത്? ഷൂ ഇല്ലാതെ ഓടുന്നത് അതാത് സ്കൂളുകളാണ് വിചാരിക്കേണ്ടത്. അതായത് കുട്ടികളെ കൊണ്ട് ഷൂ മേടിപ്പിക്കാനുള്ള ശ്രമം നടത്തണം. ഓരോരുത്തർക്കും ഓരോ അളവുകളായിരിക്കും ഉള്ളത്. അതനുസരിച്ച് നല്ല ഷൂ മേടിക്കുക, എന്നാൽ മാത്രമേ പെർഫോമൻസ് നമുക്ക് കൂട്ടാൻ സാധിക്കത്തുള്ളൂ. കപ്പ് ആർക്കാണെങ്കിൽ എനിക്ക് ഇല്ല, പോയിന്റുകൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇനി കിഡ്ഡീസ് മത്സരം കൂടെ തീർത്തിട്ട് നമുക്ക് ചെയ്യാം. ഇന്ന് തന്നെ ഇത് തീരുമല്ലോ? ഇന്ന് തന്നെ തീരും. ഓക്കെ, താങ്ക് യു. പേര് പറഞ്ഞോടാ? ശബരി. ഓക്കെ, നമുക്ക് ഈ ചവറ ഉപജില്ല കായികമേളത്തിനെ പറ്റി എനിക്ക് എന്താ പറയാനുള്ളത്? കുഴപ്പമില്ല, നല്ലതാണ്. അപ്പം എനിക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? നെഗറ്റീവായിട്ടൊന്നും തോന്നിയിട്ടില്ല. പോസിറ്റീവായിട്ട് എന്താ തോന്നിയിരിക്കുന്നത്? പോസിറ്റീവായിട്ട് ഇവരെന്നായിട്ട് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ലാണ്ട് പോകുന്നു. ഓക്കെ, ഒരു കുറേ പരാതിയൊക്കെ കേട്ടായിരുന്നു. നമുക്ക് വെള്ളം കിട്ടുന്നില്ല, അങ്ങനെ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയായിരുന്നു അത്? ഇവര് കറക്റ്റായിട്ടാണ് ചെയ്യാത്തത്, ഒരു തെറ്റായിട്ട്. ഫുഡും കാര്യങ്ങളൊക്കെ? ഫുഡ് കുഴപ്പമില്ല. ഏത് ഇവൻറ്റിലുള്ള? ട്രിപ്പിൾ ജമ്പ്. സ്കൂൾ ഏതാ? GHSS ചവറ. ഓക്കെ, നമ്മൾ ചവറയിലെ സാറായിട്ട് നമ്മൾ സംസാരിച്ചായിരുന്നു. ഓക്കെ, അവിടെ നിങ്ങൾ കഴിഞ്ഞ വട്ടം ഫുട്ബോളിന് സീനിയറോ ജൂനിയറോ ആയിട്ട് കപ്പടിച്ച്. നമുക്ക് മുൻ റവന്യൂ ജില്ലാ സെക്രട്ടറി എത്തിയിട്ടാണ്. സാറിൻ്റെ പേര്? എൻ്റെ പേര് സിനോപ്പി ബാബു എന്നാണ്. വളരെ ഭംഗിയായി ചവറ സബ് ജില്ലാ കായികമേള നടക്കുന്നതിൽ, പ്രഥമ ഒളിമ്പിക്സിൻ്റെ ഭാഗമായി നടക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം മെച്ചപ്പെട്ട രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. കുടിവെള്ള സൗകര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ട്രാക്ക് ഫീൽഡും എല്ലാം ഒരേ സമയം മത്സരം നടക്കുന്നു. ഇനിയിപ്പോൾ നടക്കാനുള്ളത് 4x100 മീറ്റർ റിലേയും ജാവലിൻ ത്രോ മത്സരങ്ങൾ മാത്രമാണ്. വളരെ ഭംഗിയായി AEOയുടെ നേതൃത്വത്തിൽ
വളരെ കാര്യക്ഷമമായി കായികാധ്യാപകരുടെ സഹകരണത്തോടുകൂടി വളരെ കാര്യമായി തന്നെ ഈ കായികമേള കാണുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഓക്കെ, ഈ നെഗറ്റീവായാലും പോസിറ്റീവായ ഒരുപാട് പരാതികളും കാര്യങ്ങളൊക്കെ വരുന്നത്, അതിനെപ്പറ്റി സാറിന് എങ്ങനെയാണ്? അല്ല, നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ട് ഇവിടെ. പക്ഷേ ഗ്രൗണ്ടിൻ്റെ ഒരു അപര്യാപ്തത ചവറ സബ് ജില്ലയെ സംബന്ധിച്ച് ഗ്രൗണ്ട് അപ്പോസ് ഗ്രൗണ്ട് മാത്രമാണ് ചവറ സബ് ജില്ലയ്ക്കുള്ളത്. പിന്നെ ശങ്കരമംഗലം ഗ്രൗണ്ടും. പക്ഷേ ഇതിൽ നിന്നൊക്കെ നമ്മൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഗ്രൗണ്ടിൻ്റെ ഫെസിലിറ്റീസ് കൂടുതലായി ഉയർത്താൻ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരൊക്കെ ശ്രമിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് എനിക്കതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പം സാറിനിപ്പോൾ ഈ ചവറ ഉപജില്ലയെ പറ്റി പറയാനുള്ളത് എങ്ങനെയാണ്? വളരെ കൃത്യമായും ശക്തമായും ഇടപെടുന്ന ഒരു സബ് ജില്ലാ സെക്രട്ടറി ഇതിന് മുന്നിലുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ്, അസിസ്റ്റൻ്റ് എഡ്യൂക്കേഷൻ ഓഫീസർ, ബന്ധപ്പെട്ട കായിക അധ്യാപകരെല്ലാം കൂടെ വളരെ കാര്യക്ഷമമായി പരാതിരഹിതമായി നടക്കുന്ന ഒരു കായികമേളയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. താങ്ക് യു സാർ.